അപ്പോൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ട്രംപ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പലപ്പോഴും രാജ്യത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ പുള്ളി പുറത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സാഹചര്യത്തിലെല്ലാം തന്നെയും നമ്മൾ ഒരുപാട് പൈസ കളക്ട് ചെയ്തു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എപ്പോഴും പറയാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഈ പണപ്പെരുപ്പത്തിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ പല മീഡിയയിലും പല മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ഇപ്പം ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബീഫിൻ്റെ പ്രൈസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, കോഫി പ്രൈസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അതുപോലെ എഗ് അവൈലബിലിറ്റിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഈ ഫുഡ് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ കൂടുതൽ ഉയർന്നു വരുന്നുണ്ട്. ഒരു സൈഡിൽ പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സാഹചര്യത്തിലാണ് പുള്ളിക്കാരൻ ഫെഡറൽ റിസർവിൻ്റെ അടുത്ത് ഈ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത സമ്മർദ്ദമാണ് ഫെഡറൽ റിസർവിൻ്റെ മേളിൽ ഇടുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്കും കൂടെ കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിലുള്ള പണപ്പെരുപ്പം അമേരിക്കയുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ ഇന്ന് അമേരിക്കയുടെ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ശരിക്കും ട്രംപിൻ്റെ ഒരു പോസിറ്റീവ് മൂവ്, പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് എടുത്ത നിലപാട്, അതുപോലെ തന്നെ പല രാജ്യങ്ങളുമായിട്ടും നെഗോഷിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ചില താല്പര്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ചൈനയുമായിട്ട് സൈഡ് ലൈനിൽ നടത്തുന്ന ചർച്ച, അതുപോലെ തന്നെ ചൈനയുടെ 145% താരിഫിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോഴത്തേക്കും അതിന് വളരെ വ്യക്തമായിട്ടൊരു ഉത്തരം കൊടുത്തത്, അതായത് അങ്ങനെയൊന്നുമില്ല, അത് 147 എന്ന് പറയുന്നത് ശരിക്കും ഒരു പെനാൽറ്റി താരിഫാണ്, അല്ലാതെ അത് ചൈനയ്ക്ക് മേളിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് കൊടുത്ത ഒരു താരിഫ് അല്ല എന്നുള്ള ഒരു ഡിനയൽ അതാണ് ട്രംപ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തുള്ള ചില പോയിന്റ് ടു പോയിന്റ് ആയിട്ടുള്ള റെസ്പോൺസുകൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് മാറി മറിഞ്ഞ് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും രാജ്യത്തിൻ്റെ ലീഡേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു പോസിറ്റീവ് നറേഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും എടുക്കുന്ന ഈ നിലപാടുകൾ. ഇതിൽ വേറൊരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. അത് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റാണ്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് അത്ര നല്ല രീതിയിലല്ല ബന്ധം മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുമായിട്ട് ഇടപെടുമ്പോൾ, അമേരിക്കയുമായിട്ട് തെറ്റുമ്പോൾ ചില പ്രത്യാഘാതങ്ങൾ ആ രാജ്യങ്ങൾക്ക് സംഭവിക്കും. ഈവൻ ഇന്ത്യ ആയിക്കോട്ടെ സൗത്ത് കൊറിയ ആയിക്കോട്ടെ എല്ലാവർക്കും തന്നെ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കും. പക്ഷേ ഒരു രാജ്യവും അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ 70-ലേറെ രാജ്യങ്ങൾ എൻ്റെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ടുകൊണ്ട് ഒരു രാജ്യവും അവരുടെ സോവറിനിറ്റി അതുപോലെ തന്നെ അവരുടെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പോയി ട്രംപിൻ്റെ മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറാവില്ല. പ്രത്യേകിച്ച് ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ തന്നെ പല രീതിയിലുള്ള കൊളോണിയൽ റൂളിംഗ് ഒക്കെ അതിജീവിച്ച് വന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വിയറ്റ്നാം ആയിക്കോട്ട്, അതുപോലെ ഇപ്പോൾ സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറികൾ നമുക്ക് പറയാനുണ്ടാവും. ഇന്ത്യയെക്കുറിച്ചൊക്കെ നമ്മൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ റെസിലിയന്റ് പവറുള്ള രാജ്യങ്ങളുമായിട്ട് ഈ താരിഫ് അത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ആലോചിച്ചിട്ട് പറയണം. കഞ്ഞിയും മുളക് ചമ്മന്തിയും കുടിച്ചിട്ട് നമ്മൾ കിടക്കും, അമേരിക്കക്കാരൻ കിടക്കുമോ? അതാണ് മനസ്സിലാക്കേണ്ടത്. ആ നഷ്ടങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഓരോ രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നല്ല, ട്രംപിന്റെ ഈ രീതിയിലുള്ള മണ്ടൻ നയങ്ങൾ. നമ്മൾ അടുത്ത US-ന്റെ ചാർലി ക്രിക്കിന്റെ ആ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേരെ ഇവർ അറസ്റ്റ് ചെയ്തു. ആദ്യം ഒരാളെ വെടിവെച്ച കേസിൽ ഇയാളാണ് വെടിവെച്ചെന്നുള്ള രീതിയിൽ തോക്ക് താഴെ കിടന്ന് കിട്ടിയ അതിൻ്റെ തൊട്ടടുത്ത് കിടന്ന പൈസമാരെയൊക്കെ പിടിച്ചുകൊണ്ട് FBI അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ഒരാൾ എടുത്ത് ചാടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഇമേജ് ഞാൻ കാണിക്കാം. ആ ഫൂട്ടേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അത്ര വലിയ ആ ഫൂട്ടേജ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അതായത് അത്രയും ഉയരത്തിൽ നിന്നും ഒരുത്തിന് എടുത്ത് ചാടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവൻ തന്നെയാണ് വെടിവെച്ചത്. ഇത് കൃത്യമായിട്ട് ഇപ്പം FBI ഈ ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ വ്യക്തിയുടെ ഫോട്ടോ ഇപ്പോൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വാണ്ടഡാണ്, ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഈ വ്യക്തി ഇതുവരെ പിടികൂടിയിട്ടില്ല. ഇവനാണ് വെടിവെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ തലയ്ക്ക് റെമ്യൂണറേഷനൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഒരു ആർഗ്യുമെന്റ് സെഷനിൽ, അതായത് ഈ ചാർലി ക്രിക്ക് ശരിക്കും പറഞ്ഞാൽ പല ഡിബേറ്റുകളിലും പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിബേറ്റിൽ, ഒരു കോളേജ് ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഓപ്പോസിറ്റ് ഇരുന്ന് പല പല ചോദ്യങ്ങൾ ഉന്നയിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ പലതിലും ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് പല സാഹചര്യങ്ങളിൽ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യം കൊണ്ടാണോ ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആദ്യം പിടികൂടണം. അമേരിക്കയെ പോലത്തെ സൊഫിസ്റ്റിക്കേറ്റഡ് ഇന്റലിജൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ള രാജ്യത്താണ് ഇപ്പോൾ ഇവനെ പിടിക്കാൻ പറ്റാതിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ ഗാസയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാസയിൽ ശരിക്കും മാസീവായിട്ടുള്ള ഒരു ഇവാക്യുവേഷൻ, അത് ശരിക്കും ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയും കാലം കുറച്ച് ആൾക്കാർ ഷെൽട്ടറുകളിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. എവിടെയാണോ അറ്റാക്ക് നടക്കുന്നത് ആ സ്ഥലത്തുള്ള ആൾക്കാരാണ് കുറച്ചായിട്ട് മാറി താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മാസീവായിട്ട് ഗാസ സിറ്റി, അതായത് ഈ നോർത്ത് ഗാസ മൊത്തത്തിൽ ഒഴിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു 8 ലക്ഷം പേരെന്ന് പറയുമ്പോഴത്തേക്ക് തിങ്ങിപ്പാർക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ മൊത്തത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈജീൻ ഇല്ല, ജനങ്ങൾക്ക് അവർക്ക് കുളിക്കാനുള്ള വെള്ളം, ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ, ഹൈജീൻ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി പലതരം രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗാസ ജനങ്ങൾക്ക് ജീവിക്കാൻ വാസയോഗ്യമല്ലാത്തൊരു സ്ഥലമായിട്ട് മാറി തീരുകയാണ്. അതാണ് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഒക്കെ ഒരുപാട് ഇതിനകത്ത് കൺസേൺ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ അടുത്ത പദ്ധതി എന്ന് പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റേ ഇല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് നെസറ്റിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുകയാണ്. അത് പാസ്സായി.
പാസ്സായത് മാത്രമല്ല, നേരെ ഇപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ വെസ്റ്റ് ബാങ്ക് മൊത്തത്തിൽ അനക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് കുറച്ചായിട്ട് അനക്സ് ചെയ്യുന്നതിൽ ഇപ്പം തീർത്തങ്ങ് പറഞ്ഞിരിക്കുകയാണ് പാലസ്തീൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ല, ഇത് മൊത്തത്തിൽ ഞങ്ങളുടെയാണ് എന്നുള്ള രീതിയിലുള്ള ക്ലെയിമാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. അതായത് ജോർദാനുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി ലംഘിക്കുകയാണ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അറബ് ലീഗ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു മീറ്റിംഗ് അറബ് ലീഗ് എമർജൻസി ആയിട്ട് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇസ്രായേലിനെ ഡയറക്റ്റ് ആയിട്ട് റിറ്റാലിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു വാർത്തയില്ല. കാരണം അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ മറികടന്നുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം നടത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് റിറ്റാലിയേഷൻ എന്ന് പറയുന്നത് തികച്ചും വേറെ രൂപത്തിലാവും. എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് ചേർന്ന് നിന്ന് എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പുറപ്പെടുവിക്കുക, കണ്ടംനേഷൻസ് അറിയിക്കുക, ഇതുപോലത്തെ കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. തികച്ചും ഈ അറബ് രാജ്യങ്ങളൊക്കെ ഇതേപോലെ ഈ അറബ് ലീഗിൽ എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് ഒക്കെ പാസ്സാക്കിയാലും ഈ അറബ് രാജ്യങ്ങൾക്ക് തികച്ചും ഇസ്രായേലുമായിട്ട് 1-to-1 ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. പലർക്കും നല്ല രീതിയിലുള്ള കച്ചവടമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതൊന്നും നിർത്താൻ ഇവരാരും തയ്യാറായിട്ടില്ല. വേണ്ടി വന്നാൽ ആ ഒരു ബിസിനസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് ഇനി ബിസിനസ് വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് വേണമെങ്കിൽ എത്താം. പക്ഷെ അതും തന്നെ ലോങ് പീരീഡിലേക്കല്ല, ഒരു ഷോർട്ട് പീരീഡിലേക്ക് മാത്രമായിട്ട് ഈ ഒരു തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ന്യൂക്ലിയർ ചർച്ചയ്ക്ക് തയ്യാറാണ്. അത് ഫ്രാൻസ്, യൂറോപ്പ്, UK-യുമായിട്ട് IAEA ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ആറ്റമിക് എനർജി ഏജൻസിയോടല്ല, പ്രാഥമികമായിട്ട് ഈ ജർമ്മനി, UK, ഫ്രാൻസ് ഇവരുമായിട്ട് ചേർന്ന് ചർച്ച നടത്താം. അതിലെങ്ങനെയാണോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് ഫർദർ സ്റ്റെപ്പ് എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നല്ല തീരുമാനമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇറാനെ നല്ല രീതിയിൽ എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും ഡൊണാൾഡ് ട്രംപ് എന്ന പേര് കേട്ടാൽ തന്നെ ഇറാന്റെ ഉള്ളിൽ വേറെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ട്രംപിന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ചാർലി ക്രിക്കിന്റെ ആ ഒരു മരണത്തിൽ തന്നെ ഇറാന്റെ പങ്കുണ്ടോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഇതിന് വേറൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. ഈ ചാർലി ക്രീക്ക് കൊലപാതകത്തിൽ ഈ ട്രംപിന്റെ ഫാർ റൈറ്റ് നിലപാടുള്ള ആ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ആ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, അതായത് അമേരിക്ക ഫോർ അമേരിക്കൻസ്, ആ രീതിയിലുള്ള ക്യാമ്പയിന് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത വ്യക്തി ഈ ചാർലി ക്രിക്കാണ്. അപ്പൊ ആ രീതിയിൽ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഇന്റർണൽ ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വൈരാഗ്യങ്ങൾ ഉണ്ടായിട്ട് ഈ പൊളിറ്റിക്കൽ റൈവൽറിയുടെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തതാണോ എന്ന് വരെ ഡൗട്ടുണ്ട്. കാരണം അതായത് ഒരു ഫോറിൻ ഇന്റർഫിയറൻസ് ഇല്ലാതെ തന്നെ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം എന്നും കൂടി സംശയം വരുന്നുണ്ട്. പിന്നെ ചിലർ ഇസ്രായേലിനെയും കൂടി പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇസ്രായേലിനെ ലേറ്റർ ആയിട്ടാണ് പുള്ളി സപ്പോർട്ട് ചെയ്തത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്രായേലിനെ എതിർത്തുകൊണ്ടുള്ള പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് നെതന്യാഹു ഫോക്സ് ന്യൂസിന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നെതന്യാഹു ശക്തമായിട്ട് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇതുപോലെ അനാവശ്യമായിട്ടുള്ള സ്റ്റോറികളിലേക്ക് ഇസ്രായേലിനെ വലിച്ചഴക്കരുത് എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ പാലസ്തീനിയൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര്, അതിൽ നമ്പർ 1 മാക്രോൺ ആണ്. മാക്രോണിന്റെ ജനപിന്തുണ പണ്ട് തന്നെ കുറഞ്ഞിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മാക്രോൺ ഈ പാലസ്തീൻ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടത്. ഇപ്പം ഞാനൊരു വാർത്ത കേൾക്കാനിടയായി, അത് മാക്രോണെ വരെ തകർത്തിട്ടത് അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട്. അത് അമേരിക്ക എന്തിനാണ് ഇപ്പോൾ മാക്രോണിന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അമേരിക്ക മാക്രോൺ അല്ല, അവിടെ ആര് വന്നാലും ഫ്രാൻസ് അമേരിക്കയോടൊപ്പം നിൽക്കും. അതൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള കീഴ്വഴക്കങ്ങളാണ്. അവരൊക്കെ പല സംഘടനകളിലും വെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട മെമ്പേഴ്സാണ് ഫ്രാൻസ് ഒക്കെ. അവിടെ പോയിട്ട് മാക്രോണിന്റെ പ്രൈം മിനിസ്റ്ററിനെ താഴേക്ക് വലിച്ചിടുക എന്നുള്ളത് അമേരിക്കയുടെ പണിയല്ല. ഈ മാക്രോണിന്റെ ഗവർണൻസിൽ തന്നെ ഇത് എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പ്രൈം മിനിസ്റ്റർ രാജിവെച്ചു, ഉടനെ ആരോപണം അമേരിക്കയ്ക്കെതിരെ. അമേരിക്ക വിചാരിച്ചാൽ കണ്ടോ ഫ്രാൻസ് വരെ ഇപ്പൊ താഴെ വീഴും. അതായത് പറയുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ഇന്ത്യയിലും ഇത് സംഭവിക്കും എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പരത്താൻ ശ്രമിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് ഈ ഫേക്ക് നറേറ്റീവ്സ് നമ്മൾ പറയുന്നത്. ഇത് ശരിക്കും ഇങ്ങനത്തെ ഫേക്ക് നറേറ്റീവ്സ് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഒരു 100 വട്ടം കള്ളം പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് ചുറ്റാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇസ്രായേലിന്റെ ഖത്തറിന്റെ മേലുള്ള ഈ ഒരു കടന്നുകയറി ആക്രമിച്ചതിനെ ഓസ്ട്രേലിയ, അതേപോലെ തന്നെ ഫ്രാൻസ്, ഇങ്ങനെ പല രാജ്യങ്ങൾ, ലോകത്തുള്ള പല രാജ്യങ്ങളും ഇതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്പെയിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്പെയിനിലെ ലീഡർ പെട്രോ സാൻഡ്രസ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അടുത്ത് ന്യൂക്ലിയർ ബോംബ്, ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇസ്രായേലെ ഒരു നിലയ്ക്ക് നിർത്തിയേനെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. റഷ്യ എടുത്ത് ആണവായുധമുണ്ട്, എന്നിട്ട് ഇപ്പോൾ ഉക്രൈനെ നിലയ്ക്ക് നിർത്താൻ പറ്റുമോ? അപ്പോൾ ആണവായുധമുണ്ട് എന്നുള്ളതല്ല ഇതിലൊരു കാര്യം. പിന്നെ പുള്ളി ഈ സാൻഡേഴ്സ് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. എന്തായാലും ശക്തമായ പ്രതികരണമാണ് പുള്ളി നടത്തിയിരിക്കുന്നത്. അതായത് ഒരു ദിവസം തന്നെ, അതായത് ഈ ഒരു ആക്രമണം നടന്ന ദിവസം തൊട്ട് തുടരെ ചെയിൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇസ്രായേലിനെതിരെ പുറത്തുവിടുന്നത് പുള്ളി. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിലെ സ്പെയിനിന്റെ എംബസി അടച്ചു പൂട്ടിയിട്ടുണ്ട് പുള്ളി. അത് ലിറ്ററലി സ്പെയിനാണ് പാലസ്തീനായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാക്രോണിനും ഒരുപടിക്ക് മുകളിലാണ് സാൻഡേഴ്സ് ഇപ്പം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത്.
ഇനി അവിടെയും എങ്ങാണ്ട് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഇനി അന്വേഷിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നാറ്റോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ നാറ്റോ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് ഈ പ്രധാനമായിട്ട് പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇപ്പോൾ ഇതിൽ ബെലാറസിലെ ലുക്കസെങ്കോ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ആരുടെയും മേളിൽ ഡ്രോൺ ഒന്നും വിട്ടിട്ടില്ല, നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ തെളിവ് സമർപ്പിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിലാണ് ശരിക്കും ഈ ഡ്രോണുകളുടെ എണ്ണം ഏതാണ്ട് 9ഓളം ഡ്രോണുകളാണ് പോളണ്ടിന്റെ ബോർഡർ ക്രോസ് ചെയ്തതായിട്ട് പോളണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മാപ്പിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനകത്ത് കാലിംഗ്രൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊവിൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ റഷ്യയുടെ പോർഷനാണ്. ശരിക്കും യൂറോപ്പിന്റെ ഉള്ളിൽ ഈ ബെലാറസിന്റെയും അതുപോലെ തന്നെ ഈ പോളണ്ടിന്റെയൊക്കെ നടുക്ക് ആ മൂലയിൽ കിടക്കുന്ന ഒരു പോർഷനാണ്, ചെറിയ പോർഷൻ. അപ്പോൾ ഡ്രോൺ അവിടം വരെ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ റഷ്യ ആണ് ഈ ഒരു ഡ്രോൺ അയക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ പോർഷനിലേക്കുള്ള ആ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിൽ അയക്കില്ല. അവർ തീർച്ചയായിട്ടും ഈ പോളണ്ടിന്റെ ഉള്ളിലേക്ക് അയക്കുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ ശരിക്കും ഇപ്പോൾ പോളണ്ട് പെട്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് സംഭവം നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 80% ഡൗട്ട് ഇത് ഉക്രൈൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഡ്രോൺ ആണോ എന്നാണ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ നാറ്റോ മീറ്റിംഗ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാൽ പോലും ഇവരാരും തന്നെ റഷ്യക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇവർ ശരിക്കും ഉക്രൈനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കും. ചിലപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉക്രൈന് കുറച്ചുകൂടെ ആയുധങ്ങൾ കിട്ടാൻ സാഹചര്യം ഒരുക്കിയേക്കാം. അത് മാത്രമേ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ബ്രസീൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം അമേരിക്കയ്ക്ക് സമ്മതമല്ല. അതാണ് ഇതിനകത്ത് ബ്രസീലിന്റെ എക്സ് പ്രൈം മിനിസ്റ്റർ ബോൾസനാരോയ്ക്കെതിരെ കേസുണ്ട്. അതായത് ബോൾസനാരോയ്ക്കെതിരെ കേസുണ്ട്. അത് കുറച്ച് കാലം കൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. അയാളുടെ അധികാരം ദുഷ്പ്രയോഗം ചെയ്തു എന്നുള്ള രീതിയിലാണ് കേസ്. അപ്പോൾ ആ കേസിൽ പുള്ളി റിലീസ് ചെയ്യപ്പെടുമെന്നാണ് വിചാരിച്ചത്. കേസിന്റെ വിധി പറയുന്നതിന് 2 ദിവസത്തിന് മുമ്പേ അമേരിക്ക ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ബോൾസനാരോയെ റിലീസ് ചെയ്യണം, അയാൾ ഒരു കുറ്റക്കാരനല്ല, ആ രീതിയിലുള്ള തീരുമാനങ്ങളൊന്നും അതായത് വലിയ രീതിയിലുള്ള ശിക്ഷകളൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് അമേരിക്ക ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പം ബ്രസീലിന്റെ ഉള്ളിൽ നിന്ന് കോടതി വിധി വന്നിരിക്കുകയാണ്. വിധി വേറെ ഒന്നുമില്ല, 27 വർഷത്തേക്ക് ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ് ബോൾസനാരോയെ. ഇത് അമേരിക്കയ്ക്ക് പെട്ടെന്നൊരു ഷോക്കായി. അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒട്ടും ശരിയല്ല, ഇത് നീതിപൂർവമായ ഒരു തീരുമാനമല്ല, തീർച്ചയായിട്ടും ഇത് പുനഃപരിശോധിക്കണം എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്രസീലിന്റെ മേളിൽ താരിഫ് ഇതൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്തിനാണ് ഇപ്പോൾ ഇത്രമാത്രം വെപ്രാളപ്പെടുന്നത്? കാരണം ഈ ബോൾസനാറോ വന്നു കഴിഞ്ഞാൽ ബ്രസീൽ കൂടുതലും അമേരിക്കയുടെ സൈഡിലേക്ക് നിൽക്കും, അമേരിക്ക പറയുന്നത് പോലെ പെരുമാറും എന്നൊക്കെയാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. എനിവേ അത് അങ്ങനെ ആയാലും ഇല്ലെങ്കിലും ഇപ്പോൾ ബോൾസനാറോ എന്തായിരിക്കും വിചാരിക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നെങ്കിലും എനിക്ക് ഒരു 5-6 വർഷമായിരിക്കും ചിലപ്പം ശിക്ഷ കിട്ടിയിട്ടുണ്ടാവുക, ഒരു ജഡ്ജ്മെന്റ്. പക്ഷെ അതിന് പകരം ഇപ്പോൾ അമേരിക്ക വന്നിട്ട് എന്നെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിപ്പം ഇത് 27-30 വർഷത്തേക്ക് ഇപ്പോൾ പിടിച്ചകത്തിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്നാണ് ഇപ്പം പുള്ളിക്കാരൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ബോൾസനാറോ അങ്ങനെയായിരിക്കും കരുതുന്നത്. പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ട് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ ഭയങ്കര മിടുക്കരാണ്. ആ രീതിയിലാണ് ബോൾസനാറോ ഇതിനെ കാണുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോകത്ത് തന്നെ ഭയങ്കരമായിട്ടൊരു ഭീകരനാണ്, അയാൾ ഭരിക്കുന്ന രാജ്യം ഭീകര രാജ്യമാണെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരണം നടത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നോർത്ത് കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ ആണ്. പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. പുള്ളിക്കാരൻ നെൽപ്പാടത്ത് ഇറങ്ങുകയാണ്. അത് വയലിൽ ഇറങ്ങി ആ വെള്ളത്തിൽ നനഞ്ഞ് അങ്ങ് കയറിപ്പോയി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ പരിശോധിക്കുകയാണ്. എന്താണ്, ഏതാണ്, എങ്ങനെയാണ് അതിൻ്റെ ഗുണനിലവാരം, ഇതെല്ലാം പരിശോധിക്കുകയാണ്. ഇപ്പോൾ കിം ജോങ് ഉന്നിന് ഇത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് യാതൊരു നിർബന്ധമില്ല. അയാളെ ആരും കസേരയിൽ നിന്ന് പിടിച്ചിറക്കാനോ അവിടെ ഇല്ല. അവിടെ ഓപ്പോസിറ്റ് പാർട്ടി ഇല്ല, അവിടെ ഒരു തേങ്ങയില്ല. എന്നാലും പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നുണ്ട്. അതായത് ചെറിയ മാറ്റങ്ങൾ പുള്ളിക്കാരന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമില്ലാതില്ല. കാരണം പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എപ്പോഴും ഈ ആണവായുധത്തിന്റെ മൂട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു കിം ജോങ് ഉന്നിനെയാണ് ലോകം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്യൂരിയാസിറ്റി തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുറേയധികം വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവെച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.